ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സിലബസ് അനുസരിച്ച് ക്ലാസ്സസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിരുന്നു പഠിച്ചു തുടങ്ങിയത് അല്ലേ. അതിൽ പ്ലാസ്റ്റിക്സ് എന്നുള്ള ടോപ്പിക്കാണ്. പ്ലാസ്റ്റിക്സ് നമ്മളെ കോമ്പോസിഷനും അതിൻ്റെ എന്താണ് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയുടെ ഹിസ്റ്ററിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്ന പോളിമറൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോളിമർ. ഓക്കെ, ഈ പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ മോണോമേഴ്സ് അല്ലെങ്കിൽ മോണോലിറ്റ്സിനെ കമ്പൈൻ ചെയ്താണ് പോളിമർ ഉണ്ടാകുന്നത്. ഇനി മോണോമർ അല്ലെങ്കിൽ മോണോലിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിംപ്ലസ്റ്റ് സബ്സ്റ്റൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺ പ്രൈമറി കെമിക്കൽ. ഓക്കെ, അപ്പോൾ ഒരു പ്രൈമറി കെമിക്കൽ മാത്രം കാണപ്പെടുന്ന ഒരു സിംപ്ലസ്റ്റ് സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോണോമർ അല്ലെങ്കിൽ മോണോലിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ മോണോമർ അല്ലെങ്കിൽ മോണോലിറ്റ്സിനെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്, പോളിമേഴ്സ് ഫോം ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് നമ്മൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, സിന്തസിസ് ചെയ്യുന്നത് പോളിമറൈസേഷൻ റിയാക്ഷൻ വഴിയാണ്. പോളിമറൈസേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പോളിമറൈസേഷൻ ദ പ്രോപ്പർട്ടീസ് സച്ച് ആസ് സ്ട്രെങ്ത്, റിജിഡിറ്റി, ഇലാസ്റ്റിസിറ്റി ആർ കൺസിഡറബിളി ഇംപ്രൂവ്ഡ് ബൈ പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും, സ്ട്രെങ്തും റിജിഡിറ്റിയും ഇലാസ്റ്റിസിറ്റിയും എന്ത് ചെയ്യും, ഇംപ്രൂവ് ആവും. ഇനി there are two methods of polymerization. ഏതൊക്കെയാണ്, അഡിഷൻ പോളിമറൈസേഷൻ ആൻഡ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഡിഷൻ പോളിമറൈസേഷൻ. അഡിഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ സിമിലറോ ഡിഫറൻറ്റോ മോളിക്യൂൾസ്, അതായത് മോണോമേഴ്സിനെ എന്ത് ചെയ്യും, അതിന്റെ ഡബിൾ ബോൺഡ്സ് ഓപ്പൺ ചെയ്തിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടാണ് സി ഡബിൾ ബോണ്ട് സി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ സി ഡബിൾ ബോണ്ട് സിയിൽ ആ ഡബിൾ ബോണ്ടിന് എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, നമ്മുടെ മറ്റ് മോളിക്യൂൾസിനെ നമ്മൾ ആഡ് ആക്കും. Okay, similar or different molecules join together due to opening of double bonds. Double bonds നെ ഓപ്പൺ ചെയ്തിട്ട് സിമിലർ ഓർ ഡിഫറെന്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, അവിടെ വന്ന് ആഡ് ആവും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നമ്മുടെ റിസൾട്ടിങ് പോളിമറിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് മോളിക്കുലർ വെയിറ്റ് ഓഫ് റിയാക്ടിങ് മോളിക്യൂൾസ്. റിയാക്ടിങ് മോളിക്യൂൾസിന്റെ മോളിക്കുലർ വെയിറ്റിന് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ there is no loss of any substance. ഈ അഡീഷൻ പോളിമറൈസേഷനിലെ 3 ഡിസ്റ്റിങ്ക്ട് സ്റ്റേജസ് ആണുള്ളത്. ബിഗിനിങ് ഓഫ് ദ പ്രോസസ്, എക്സ്പാൻഷൻ ഓഫ് ചെയിൻ, എൻഡ് ഓഫ് ദ പ്രോസസ്. ഓക്കെ, ഇത് ജസ്റ്റ് ഈ ടേംസ് മാത്രം അറിഞ്ഞിരുന്നു നമ്മൾ. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അഡീഷൻ പോളിമറൈസേഷൻ എക്സാമ്പിൾസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അഡീഷൻ പോളിമറൈസേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് പോളിഎഥിലീൻ, പോളിപ്രൊപ്പിലിൻ, പോളിവിനൈൽ ക്ലോറൈഡ്, പോളിസ്റ്റാരിൻ, പോളി അക്രിലേറ്റ്സ്. അപ്പൊ ഇത് ഓർക്കാൻ എളുപ്പമുണ്ട്, എല്ലാത്തിലും എന്തുണ്ട്, പോളി ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്തതൊന്ന് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണ്. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ മോളിക്കുലർ സബ്സ്റ്റൻസിൽ നിന്നും നമ്മൾ ലോ മോളിക്കുലർ സബ്സ്റ്റൻസിനെ റിമൂവ് ചെയ്തെടുക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് വിത്ത് ആൻ ഇവല്യൂഷൻ ഓഫ് അമോണിയ, ഹൈഡ്രജൻ ക്ലോറൈഡ് ആൻഡ് സിമിലർ അതർ ലോ മോളിക്കുലർ സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷൻ എങ്ങനെയാണ്, റിയാക്ഷനിൽ എന്തൊക്കെ ഇവോൾവ് ചെയ്യും, അമോണിയ, ഹൈഡ്രജൻ ക്ലോറൈഡ്, പിന്നെ അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ലോ മോളിക്കുലർ സബ്സ്റ്റൻസിന്റെയും കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ ഉണ്ടാകും. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫീനോൾ ഫോർമാൽഡിഹൈഡ്, കാർബമൈഡ്, മെലാമിൻ ഫോർമാൽഡിഹൈഡ്. ഇത്രയാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പോളിമറൈസേഷൻ രണ്ടെണ്ണമാണ്, അഡിഷൻ പോളിമറൈസേഷൻ, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഇതിന്റെ രണ്ടിന്റെ എക്സാമ്പിൾസ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.